സമാധാനത്തിൽ ജീവിക്കുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ ബദറിൽ വെച്ചിട്ട് യുദ്ധം നടത്തുന്നു. അതിൽ അള്ളാഹുവിന്റെ സഹായം ജയിക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്ത വർഷം ബദറിലുണ്ടായ പരാജയത്തിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് മദീനക്കടുത്തുള്ള ഉഹുദിൽ വെച്ചിട്ട് പിന്നെയും യുദ്ധം നടത്തുന്നു. ഇതിൽ ആദ്യം മുസ്ലിംസ് ജയിച്ചെങ്കിലും പിന്നീട് അവർ തോക്കുകയാണ് ചെയ്തത്. 56-ാമത്തെ വയസ്സിലാണ് മദ്യം കുടിക്കുന്നത് ഇസ്ലാമിൽ നിരോധിക്കുന്നത്. 58-ാമത്തെ വയസ്സിൽ അഹ്സാബ് യുദ്ധം അല്ലെങ്കിൽ കന്ദക് യുദ്ധം നടക്കുന്നു. 59-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോകുന്നു. ബട്ട് അവിടെ ഹുദൈബിയയിൽ വെച്ചിട്ട് മക്കക്കാർ തടഞ്ഞു നിർത്തുകയും അവിടെ വെച്ചിട്ട് ഒരു ട്രീറ്റ് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ വർഷം തിരിച്ചു പോയിട്ട് അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തിട്ട് തിരിച്ചു പോവാൻ. അത് അവര് 60-ാമത്തെ വയസ്സിൽ ചെയ്യുന്നുമുണ്ട്. മക്കക്കാർ അവരുണ്ടാക്കിയ ട്രീറ്റ് ലംഘിക്കാൻ തുടങ്ങി, അവരെന്നെ നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സൈന്യമായിട്ട് മക്കയിലേക്ക് പോയി. അവിടുന്ന് അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ മാറ്റി നിർത്തി കാബ ശുദ്ധീകരിച്ചു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവോട് അവിടെ വെച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അതാണ് പ്രസിദ്ധമായ മക്ക വിജയം. 61-ാമത്തെ വയസ്സിൽ തബൂക്ക് യുദ്ധം നടക്കുന്നുണ്ട്. 62-ാമത്തെ വയസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ലീഡ് ചെയ്യുന്നുണ്ട്. അതിന് പിറ്റേ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് നബിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദാ എന്ന് വിളിക്കുന്നത്. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി. അവിടുന്ന് രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോലും പോകാൻ പറ്റാതെയായി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു പള്ളിയിൽ ഇമാമായിട്ട് നിന്നിരുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ ഈ സ്റ്റോളിൽ ഇപ്പോൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ജീവിത ചരിത്രത്തിൽ ഒരു ചുരുങ്ങിയ ഭാഗം മാത്രമാണ് പറഞ്ഞത്. ഇവിടെ സ്റ്റോറി നമ്മളിങ്ങനെ കഥ പോലെ ഇങ്ങനെ കേട്ട് പോകേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കേണ്ടതാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.